ഉത്തരേന്ത്യയിലും മറ്റും ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വിമർശിച്ചിരിക്കുകയാണ് തൃശൂരിലെ ഒരു വാർഡ് കൗൺസിലർ. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ വിമർശനവുമായി എത്തിയ തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് UDF വാർഡ് കൗൺസിലർ ബൈജു വർഗീസാണ്. നമ്മളുടെ ക്രിസ്മസ് ഗംഭീരമായി ആഘോഷിക്കുമ്പോൾ ഉത്തരേന്ത്യയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്നും യേശു നേരിട്ടതിനേക്കാൾ വലിയ സഹനവും പ്രയാസവുമാണ് അവർ ഇപ്പോൾ നേരിടുന്നതെന്നും ബൈജു വർഗീസ് പറഞ്ഞു. ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും ബുദ്ധിമുട്ടുന്ന വാർത്ത നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. നമ്മളുടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഉത്തരേന്ത്യയിൽ നിന്നും വരുന്നത്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഈ ലോകത്തിൽ യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനവും പ്രയാസവും നേരിട്ട വ്യക്തി എന്നാണ്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് സത്യത്തിൽ ക്രിസ്തുവിനേക്കാൾ വലിയ സഹനം ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിയുമ്പോൾ നമ്മുടെ മനസ്സ് പിടയും എന്നും ബൈജു വർഗീസ് പറഞ്ഞു. എന്നാൽ കൗൺസിലർ ബൈജു തെറ്റിദ്ധാരണ പരത്തുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. തിരുവനന്തപുരത്ത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പോലെ തന്നെ ക്രിസ്മസിന് വേണ്ടി അലങ്കരിച്ച വീടാണ് തൻ്റേത്. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകമാണെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ഉത്തരേന്ത്യയിൽ ആരാണ് ഈ നാടകമൊക്കെ കളിക്കുന്നതെന്നും അതെന്തിന് വേണ്ടിയാണെന്നും കൗൺസിലറുടെ പാർട്ടിക്കാരോട് തന്നെ ചോദിച്ചാൽ പറയും. ഇതെല്ലാം രാഷ്ട്രീയ വൽക്കരണത്തിനായുള്ള പ്രവർത്തനങ്ങളാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ആ കാരണം ആര് സൃഷ്ടിച്ചു, അതിൽ ഗുണം കൊയ്യാമെന്ന് ആര് വിചാരിച്ചു, ഇതെല്ലാം അവരുടെ വിക്രികൾ മാത്രമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിലെ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിലായിരുന്നു ഈ വിമർശനവും അതിനുള്ള മറുപടി. എന്താണ് നമ്മുടെ ഈ സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതെന്ന് BJPക്കാർക്ക് പോലും മനസ്സിലായി കാണില്ല. എന്തൊക്കെയോ കുറച്ച് വാക്കുകൾ കൂട്ടിവെച്ച് മറുപടി എന്ന രൂപത്തിൽ പറയുന്നു. രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള വക്രപ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം അടിച്ചുവിടുന്നത്. UPയിൽ ക്രിസ്മസ് അവധി പോലും നൽകാതെ വാജ്പേയിയെ ആദരിക്കാൻ സ്കൂളിൽ എത്തണമെന്ന ഉത്തരവ് കോൺഗ്രസുകാർ ഇറക്കിയ വക്രബുദ്ധിയാണോ? കരോൾ സംഘങ്ങളെ ആക്രമിക്കുന്നത് ഈ കോൺഗ്രസുകാരാണോ? ക്രിസ്മസ് ആഘോഷത്തിനുള്ള സാധനങ്ങൾ വിൽക്കാൻ വന്ന രാജസ്ഥാനിൽ നിന്നുള്ള കച്ചവടക്കാരെ തല്ലി ഓടിച്ചതും കോൺഗ്രസുകാർ തന്നെയായിരുന്നു. മലയാളി വൈദികർ പോലും അവിടെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിനൊന്നും ഒരു മറുപടിയും സുരേഷ് ഗോപിക്ക് പറയാനും ഉണ്ടാകില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്നതാണ് ഈയിടെ കേരളത്തിലെ ഈ ഏക MPയുടെ പരിപാടി. സുരേഷ് ഗോപി ഈ പറഞ്ഞതൊക്കെ പിന്തുണക്കാൻ ആ വേദിയിൽ ദേവൻ എന്ന മറ്റൊരു നടനും കൂടെ ഉണ്ടായിരുന്നു. സ്വന്തമായി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി അതിനെ ആളുകൾ പരിഹസിച്ചപ്പോൾ നേരെ BJPയിലേക്ക് വന്നതാണ് അദ്ദേഹം. സ്വന്തമായി നിലപാടോ ചിന്തകളോ ഒന്നുമില്ലാത്തത് കൊണ്ടാകാം സുരേഷ് ഗോപി പറഞ്ഞതിനെ അദ്ദേഹം പിന്താങ്ങുകയും ചെയ്തു. BJP ഇപ്പോൾ കേരളത്തിൽ നേടുന്ന ഓരോ വോട്ടുകളും വർഷങ്ങൾ നീണ്ടുനിന്ന കഠിനമായ അധ്വാനത്തിന്റെ ഫലമാണ്. ഒരു വോട്ട് പോലും കിട്ടാത്ത വാർഡുകളിൽ ഇന്ന് അവർക്ക് വോട്ടുകൾ കിട്ടുന്നുണ്ട്. എന്നാൽ സുരേഷ് ഗോപി സാറിനെ പൊതുവേദികളിൽ സംസാരിക്കാൻ വിട്ടാൽ ഉള്ള വോട്ടുകൾ കുറയാനേ അത് ഉപകരിക്കും. തൃശ്ശൂർ നോക്കിയാൽ അറിയാം അതിൻ്റെ സത്യാവസ്ഥ.